കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെട്ട് എല്ലാ മാന്യ സ്നേഹിതരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ വിഷയം സഭയുടെ നേതാക്കന്മാരെ അല്ലെങ്കിൽ ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ വോട്ടെടുത്താണോ തിരഞ്ഞെടുക്കേണ്ടത്, അതോ മറ്റു ഏതെങ്കിലും വിധങ്ങളിലാണോ? അപ്പോസ്തോലിക കാഴ്ചപ്പാട്, അപ്പോസ്തലന്മാർ ചെയ്ത് എന്താണ് മാതൃക, ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ചില വർഷങ്ങൾക്ക് മുമ്പ്, വളരെ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ ഇപ്രകാരം ഒരു ഇലക്ഷൻ, സഭയുടെ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു വോട്ടെടുപ്പ് അതിലൂടെ ആ സമ്മേളനത്തിൽ ഞാൻ ഇരിക്കുമ്പോൾ വളരെ പ്രകൃതിയായിട്ട് വോട്ടെടുപ്പ് നടക്കുക, വാശിയേറിയ വോട്ടെടുപ്പ് നടക്കുക. വോട്ടെടുക്കുന്ന അവസരത്തില് സ്വാഭാവികമായി പൂർണ്ണമായി 100% ദൈവീകം എന്ന് പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള വ്യക്തി താല്പര്യങ്ങൾക്ക് അനുസരണമായി അവര് ഉയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങളുണ്ട്. ബൈബിളിന്റെ മൂല്യം എന്ന് പറയാൻ പറ്റുകയില്ല. അവരുയർത്തിപ്പിടിക്കുന്ന ചില മൂല്യങ്ങൾക്കനുസരണമായിട്ടാണ് എത്രയൊക്കെ പ്രാർത്ഥിച്ചാലും അവരവരുടെ ഹിതപ്രകാരമുള്ള കാര്യങ്ങളെ ചെയ്യുള്ളൂ. അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അപ്പോ അങ്ങനെ വോട്ട് നടക്കുകയാണ്. പല ആവർത്തി വോട്ട് ചെയ്തിട്ടും ഒരു ലീഡറിനെ തിരഞ്ഞെടുക്കാൻ കഴിയുന്നില്ല. അവസാനം ഒരു ദൈവദാസൻ, ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം ഈ വോട്ട് ഒരു പേപ്പറിനകത്താണ് എല്ലാവരും അവരാഗ്രഹിക്കുന്ന ആളുടെ പേരെഴുതി രഹസ്യമായിട്ട് മടക്കി അല്ലെങ്കിൽ ചുരുട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരാള് എഴുതി, ഈ വോട്ടെടുപ്പ് ഇതൊന്നും ദൈവഹിതമല്ല, ഇത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ഇതല്ല എന്ന് അദ്ദേഹം എഴുതി അതിനകത്തിട്ടു. ഈ വോട്ടിന്റെ പേപ്പറൊക്കെ തുറന്നു നോക്കുന്ന അവസരത്തിൽ ഈ ഒരു ലിസ്റ്റ് കിട്ടി. അത് പ്രത്യേകിച്ച് കൊണ്ടുവന്ന് അവിടുത്തെ ലീഡറിന്റെ കൊടുത്തു. പ്രായമുള്ളൊരു ലീഡറാണ്, അദ്ദേഹത്തിൻ്റെയും കൊടുത്തു. അദ്ദേഹം ആ പേപ്പർ വായിച്ചതിന് ശേഷമായിട്ട് ഒരു പരിഹാസം നടത്തി, പരിഹസിച്ചു. ഇതാരാണ് ഇത്ര വലിയ മാന്യനായിട്ടുള്ളത്, ഇത്ര വലിയ ദൈവിക കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു ആള് ആരാണ്, അങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു പരിഹസിച്ചു. എനിക്കറിയാം ആരാ എഴുതിയെന്നറിയാം, ഞാനും അവിടെയുണ്ട്. ആ എഴുതിയിട്ട ആൾ ഇന്നും ഉണ്ട്. എന്നാൽ ഈ ചോദിച്ച നേതാവ് ചില വർഷങ്ങൾക്ക് മുമ്പേ ലോകത്തോട് യാത്ര പറഞ്ഞു. അപ്പൊ തികച്ചും ഇങ്ങനെയുള്ള ഈ ആത്മീയ സഭകളിലെ വോട്ടെടുപ്പ് സംബന്ധിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും നിഷ്പക്ഷമായി മനസ്സിലാക്കുവാനും പറയുവാനും ഇടയായിത്തീരുന്ന ഒരു യാഥാർത്ഥ്യം, അവരെ ഒറ്റയ്ക്ക് വിളിച്ചു ചോദിച്ചാൽ അവർക്ക് പറയാവുന്ന ഒരു യാഥാർത്ഥ്യം, ഇത് തികച്ചും ദൈവികമല്ല. വോട്ടെടുപ്പിലൂടെ ഒരു വ്യക്തിയെ അധികാരത്തിൽ കൊണ്ടുവരുന്നു, അത് തികച്ചും ദൈവികമല്ല. അതിന്റെ പിൻപിൽ സാമ്പത്തിക കാര്യങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഇടപെടലുണ്ട്, വർഗീയതയുണ്ട്, ജാതീയപരമായിട്ട് നോക്കും. ആ വോട്ടിൽ എന്നോട് പറഞ്ഞ ഒരു പ്രായമുള്ള ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞു, ഞാനിവിടെ ശുശ്രൂഷയ്ക്ക് കൊച്ചിയിൽ ആയിരിക്കുമ്പോൾ എൻ്റെ കൂടെ വന്ന് നാളുകൾ, മാസങ്ങൾ കിടന്നിട്ടുള്ള ഒരു ദൈവദാസനാ. അദ്ദേഹം പറഞ്ഞു, ഏതായിരുന്നാലും മറ്റൊന്നും നോക്കണ്ട, എപ്പോഴും നമ്മുടെ വീട്ടിൽ വരുന്ന ഒരാളല്ലേ, അദ്ദേഹം ആരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അദ്ദേഹത്തിന് തന്നെ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് ആ സമയത്ത് പറഞ്ഞു. അപ്പൊ തികച്ചും ഒരു ആത്മീയ കാഴ്ചപ്പാടയുടെ അല്ല ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. അതിന്റെ തെളിവുകളാണ് നമുക്ക് ഈ പെന്തക്കോസ് പ്രസ്ഥാനങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആദിമകാലങ്ങളിൽ നമുക്കറിയാം, ധാരാളം പ്രാർത്ഥനയും ആത്മീയ കാഴ്ചപ്പാടും നല്ല ദർശനവുമുള്ള ദൈവദാസന്മാർ ഓരോ സംഘങ്ങളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. അവരുടെയൊക്കെ കണ്ണീരിന്റെ ഫലമായി ഇന്നും ഇങ്ങനെ മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് രാഷ്ട്രീയക്കാര് ചെയ്യുന്നതിനേക്കാൾ
വളരെ മോശമായിട്ട് ഇലക്ഷൻ സീസൺ ആകുമ്പോൾ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പുകളും തമ്മിലുള്ള ഏറ്റുമുട്ടലും അതൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു സംവിധാനം വന്നതുകൊണ്ട് വെളിയിൽ നിന്ന് നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും അപഹാസ്യമായിട്ട് തോന്നത്തക്ക വിധത്തിലുള്ള വോട്ടെടുപ്പുകളാണ് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോഴും പണ്ട് പിന്നെ ഒരു കല്യാണത്തിന് ഒരാൾ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞ പോലെ നിങ്ങളുടെ പ്രാർത്ഥിക്കുക, ദൈവഗീതം മാത്രം നടന്നാൽ മതി. ഒരു സഹോദരി പ്രാർത്ഥിച്ചെന്നാ പറഞ്ഞത്, ദൈവഗീതം മാത്രം കർത്താവ് നടന്നാൽ മതി, എന്നാലും ഞാൻ കറിയാച്ചനെ കിട്ടുള്ളൂ. മനസ്സിലായോ? ദൈവഗീതം മാത്രം നടന്നാൽ മതി, എങ്കിലും ഞാൻ കറിയാച്ചനെയേ കിട്ടുള്ളൂ. അപ്പോ ദൈവഗീതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും തൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്ന വർഗീയ വിഷം, അതുപോലെ തന്നെ മറ്റു പല സാമ്പത്തിക ഉയർച്ച, ഒരു പ്രത്യേക വലിയ സഭകൾ കിട്ടാൻ വേണ്ടിയുള്ള, അപ്പോൾ അതിന് ഇന്നയാൾ കയറിയാൽ ചിലപ്പോൾ എനിക്ക് ഇന്ന സഭ കിട്ടും, അതിനു വേണ്ടിയൊക്കെയുള്ള ഒരു സംവിധാനം മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് ദൈവികമായിട്ടുള്ളൊരു കാഴ്ചപ്പാടോടെ ഈ ഇലക്ഷൻ നടക്കുന്നില്ലെന്ന് ഏതൊരു വ്യക്തിയെയും ഈ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലുള്ള, ഞാൻ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളെ എടുത്ത് പറയുന്നതിന്റെ കാരണം സുവിശേഷത്തിന്റെ സത്യം ഏറെക്കുറെ ഒരു പരിധി വരെ അംഗീകരിക്കുന്ന ഒരു സമൂഹം പെന്തക്കോസ്ത് സമൂഹമായതുകൊണ്ടാണ്. സുവിശേഷത്തിന്റെ സത്യങ്ങൾ, മാനസാന്തരവും സ്നാനവും പരിശുദ്ധാത്മാഭിഷേകവും ഇങ്ങനെ എല്ലാം ദൈവത്തിന്റെ വചനത്തിന് അനുസരണമായിട്ട് അംഗീകരിക്കുന്ന പ്രസ്ഥാനങ്ങൾ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളാണ്. ആ പ്രസ്ഥാനങ്ങൾ ഇന്ന് സാത്താൻ നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. ദൈവജനം പറയുന്നത് ഇങ്ങനെയാണ്, യിരെമ്യാ പ്രവചനം 10:2 നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയും, നിങ്ങൾ ജാതികളുടെ വഴി പഠിക്കരുത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോഴും വ്യക്തമായിട്ടുള്ള ചില വാക്യങ്ങളാ. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ റോമാലേഖനം 12:2 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഈ ലോകത്തിൽ നിങ്ങൾ അനുരൂപമാകരുതെന്ന്. കേട്ടോ? അപ്പൊ ജാതികളുടെ വഴി നിങ്ങൾ എടുക്കരുത്, ഈ ലോകത്തിന് അനുരൂപമാകരുത്. ഈ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ബൈബിളിൽ ഒരു വോട്ടെടുപ്പ്, ഒരു ഇലക്ഷൻ നടന്നതായിട്ട് ഒരു തെളിവ് ഉണ്ടോ എന്ന് നമ്മൾ വളരെ സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇത് എവിടുന്ന് വന്നു? ഇതിന്റെ ആരംഭം എന്നാണ്? ഇതാദ്യം ഏത് സഭയിലായിരുന്നു തുടങ്ങിയത്? ഇതൊക്കെ നമ്മൾ വളരെയധികം പഠിച്ച് മുൻപോട്ട് പോകേണ്ടത് ആവശ്യമാണ്. നമുക്ക് പെട്ടെന്ന് ഒറ്റയടിക്കൊന്നും ഇതൊരു സഭകളിൽ നിന്നും വലിയ സംഘടനകളിൽ നിന്നും മാറ്റാൻ കഴിയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇത് ശരിയല്ല എന്ന് ഒരു 90% ആൾക്കാർ പറയുമ്പോഴും ഈ ശരിയല്ലാത്തതിനെ മുറുകെ പിടിക്കുവാനായിട്ട് ഒരു പ്രേരണ അവരെ ഭരിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ വോട്ടെടുപ്പും ഈ മത്സരവും ജാതീയമായിട്ട് നടക്കുന്ന രാഷ്ട്രീയക്കാരെക്കാൾ അധപ്പതിച്ച നിലയിൽ ഈ പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങൾ ഇങ്ങനെ പോകുന്നത് തികച്ചും ദൈവികമല്ല എന്ന് ഉള്ളിൽ വിശ്വസിക്കുന്ന 90% ആൾക്കാരും ഇതിനോട് അനുകൂലപ്പെട്ട് ഇതിനടിമയായി പോയി. അങ്ങനെ പലതിനും 100% അപ്പോസ്തലന്മാർ കാണിച്ച മാതൃകപ്രകാരം മാത്രം പോകുന്ന ഒരു സംഘം ഇന്ന് ഇല്ല. പൂർണ്ണമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. കാരണം പലതിനുമൊക്കെ അടിമയായിപ്പോയി. സംഘടനയുടെ ചില നിയമങ്ങൾ ദൈവഹിതമല്ല എന്ന് അറിഞ്ഞിരിക്കെ ആ നിയമത്തിന് വിധേയമായി അടിമപ്പെട്ടു പോകുന്നു. എന്ന് പറഞ്ഞാൽ ദൈവത്തെക്കാൾ അധികമായിട്ട് സംഘടനയും ദൈവവചനത്തിൽ ഇല്ലാത്ത ചില നിയമങ്ങളെയും അനുസരിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ പല പ്രസ്ഥാനങ്ങളിലും കാണുന്ന ഈ എന്തെങ്കിലും പ്രത്യേക പരിപാടി ഉണ്ടെങ്കിൽ ആരാ വന്ന ഉദ്ഘാടനത്തിന് വരുന്നത്? ആരാ? രാഷ്ട്രീയ നേതാക്കന്മാരെ വിളിച്ച് ഉദ്ഘാടനം നടത്തി. എന്ന് പറഞ്ഞാൽ ദൈവദാസന്മാര് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്ന അവസരത്തിൽ ദേവാലയത്തിന്റെ ശുശ്രൂഷ ചെയ്യുന്ന അവരും അതുപോലെ തന്നെ അവിടുത്തെ ഉപകരണങ്ങളും എല്ലാം അഭിഷേകം ചെയ്യണമായിരുന്നു. അങ്ങനെ അഭിഷേകം ചെയ്ത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ അഭിഷക്തന്മാർ നിൽക്കേണ്ട ഈ സ്റ്റേജിൽ നാട്ടുകാരെ തെറിഞ്ഞ് പറഞ്ഞ് രാഷ്ട്രീയത്തിന്റെ സമയത്ത് അവിടെ ചെന്ന് തെറിയും പറഞ്ഞ് അസഭ്യവും പറഞ്ഞ് ആവശ്യമില്ലാത്ത എല്ലാ അഴുക്കിലും വീടാവുന്ന അഴുക്കിലെല്ലാം വീണ നേതാക്കന്മാർ വന്ന സ്റ്റേജിൽ നിന്ന്
പ്രസംഗിക്കുന്ന, അവർക്ക് പ്രസംഗം കൊടുക്കേണ്ട ഗതികേടിലേക്ക് പെന്തക്കോസ് പ്രസ്ഥാനങ്ങൾ അധപ്പതിച്ചു. ആദ്യകാലങ്ങളിലെ ഭക്തന്മാർ അത് ചെയ്തിരുന്നില്ല. ആദ്യകാലങ്ങളിലെ ഭക്തന്മാര് മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ മുഴങ്കൽ മടക്കുക, പ്രാർത്ഥിക്കുക, ആത്മീയ കാഴ്ചപ്പാടോടെ ദൈവജനം ധ്യാനിച്ച് അവർ മുൻപോട്ട് പോകുന്ന മനോഭാവമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്നാൽ തികച്ചും വളരെ വ്യത്യസ്തമായി സഭ ലോകത്തിലേക്ക് ഇറങ്ങി. ലോകത്തിന്റെ ലോകം എന്ത് വിധത്തിൽ മുൻപോട്ട് പോകുന്നോ അതിനനുസരിച്ചുള്ള എല്ലാ പ്രകടനങ്ങളും പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിലായി കഴിഞ്ഞു. 2-3 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു ഈ അമ്പലങ്ങളിലുള്ള കൊട്ടും ബാൻഡ് മേളവും ഒക്കെ കൺവേർഷൻ സ്റ്റേജിൽ നമ്മൾ കണ്ടതാ. അപ്പോ സാത്താന്റെ കരങ്ങളിൽ തുള്ളുന്ന, സാത്താന്റെ കരങ്ങളിൽ ചെന്ന് അന്യഭാഷ പറയുന്ന, സാത്താന്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന സഭകളായി പിശാചിന്റെ പിടിയിൽ ഒതുക്കിക്കൊണ്ട് അവൻ മുൻപോട്ട് പോകുന്നു എന്നുള്ള ഒരു പരമസത്യം ആർക്കും നിഷേധിക്കാൻ കഴിയുന്നില്ല. ഞാന് ഈ ഇലക്ഷൻ അല്ലെങ്കിൽ വോട്ടെടുപ്പ് തികച്ചും ദൈവികമല്ല എന്ന് ഒരു 90% ആൾക്കാരും, 90% എന്ന് പറഞ്ഞാൽ കുറച്ച് വചനത്തെക്കുറിച്ച് നിശ്ചയമില്ലാത്ത കുറച്ച് ആൾക്കാർ, സംഘടനകൾ കാണിക്കുന്ന, നേതാക്കന്മാർ കാണിക്കുന്ന എല്ലാത്തിനും യേശു പറയുന്ന, ആമേൻ പറയുന്ന, അത് ആത്മീയത്തിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലുമുണ്ട്. ഇങ്ങനെയുള്ള നിലപാടുള്ള അനവധി 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 ആൾക്കാരുള്ളപ്പോൾ ഒരു കുറച്ചു പേർക്ക് ഇതൊക്കെ അറിയത്തില്ല. എന്നാൽ ഒരു നല്ലൊരു ഭാഗം ആൾക്കാരും ഈ അന്ത്യകാലത്ത്, നമുക്കറിയാം അനേക യുവാക്കന്മാർ ഈ കാലങ്ങളിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത്, ഈ അന്ത്യകാലത്ത് ധാരാളം ചെറുപ്പക്കാർ ദൈവജനം നന്നായിട്ട് പരിശോധിക്കുകയും പഠിക്കുകയും അവർ ഇങ്ങനെ ആശയപരമായിട്ട് അവര് മുൻപോട്ട് വരികയും ചെയ്യുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ജാതീയമായിട്ടുള്ള വഴിയും ജാതികൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നുവോ അതെല്ലാം കൺവെർഷൻ സ്റ്റേജുകളിലും സഭയിലും നേതാക്കന്മാരുടെയിലും അനുവർത്തിച്ചുകൊണ്ട് തികച്ചും പിശാചിന് വാതിൽ തുറന്നു കൊടുത്തിരിക്കുന്ന അന്തരീക്ഷത്തിലൂടെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സംശയമൊന്നുമില്ല. ഞാൻ ഒരു 2-3 വാക്യങ്ങൾ കൂടി ഒന്ന് വായിക്കാം. ഈ വോട്ടെടുപ്പിലൂടെയല്ല ദൈവദാസന്മാരെ തിരഞ്ഞെടുക്കേണ്ടത് എങ്കിൽ പിന്നെ എങ്ങനെയാണ്? അതിനെക്കുറിച്ചാണ് എന്റെ രണ്ടാമത്തെ ചിന്ത. ഞാനതിന് ഒരു വാക്യം വായിക്കാം. സദൃശവാക്യം 18:18. ചീട്ട് തർക്കങ്ങളെ തീർക്കുകയും ബലവാന്മാരെ തമ്മിൽ വേർപെടുത്തുകയും ചെയ്യുന്നു. ചീട്ട് തർക്കങ്ങളെ തീർക്കുന്നു, ബലവാന്മാരെ തമ്മിൽ വേർപെടുത്തുന്നു. അങ്ങനെയാണ് നമ്മുടെ മലയാളം ബൈബിളിൽ ഉള്ളത്. എന്നാൽ ഞാനത് ബൈബിളിൽ POC ബൈബിൾ നോക്കിയപ്പോൾ ഇങ്ങനെയാണ്: നറുക്ക് തർക്കങ്ങൾ അവസാനിപ്പിക്കുന്നു, അത് പ്രബലരായ പ്രതിയോഗികളെ തീരുമാനത്തിലെത്തിക്കുന്നു. വളരെ അർത്ഥവത്തായിട്ടുള്ള സംഗതിയാണ്. അടുത്തൊരു വാക്യം കൂടെ ഞാൻ വായിക്കാം. സദൃശവാക്യം 16:33. ചീട്ട് മടിയിലിടുന്നു, അതിന്റെ വിധാനമോ യഹോവയാൽ അത്രേ. POC ബൈബിൾ കൂടെ ഞാൻ വായിക്കുന്നു. അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ്. അപ്പൊ ചീട്ടെടുക്കുമ്പോഴാണ് ഒരു അന്തിമ തീരുമാനം എത്തുന്നത്. അടുത്തൊരു വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. യോന 1:7. അങ്ങനെ അവർ ചീട്ടിട്ടു, ചീട്ട് യോനയ്ക്ക് വീണു. അപ്പോസ്തല പ്രവൃത്തി 1:23 മുതൽ നമ്മൾ വായിക്കുമ്പോൾ അതും കൂടെ ഇതിനോട് ചേർത്ത് ഞാൻ വായിക്കാം. അങ്ങനെ അവർ യൂസ്തോസ് എന്ന് പേരുള്ള ബർശബ എന്ന യോസഫ്, മത്തിയാസ് എന്നീ 2 പേരെ നിർത്തി. സകല ഹൃദയങ്ങളെയും അറിയുന്ന കർത്താവെ, തന്റെ സ്ഥലത്തേക്ക് പോകേണ്ടതിന് യൂദ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലത്വത്തിന്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അവരുടെ പേർക്ക് ചീട്ടിട്ടു. ചീട്ട് മത്തിയാസിന് വീഴുകയും അവനെ 11 അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. അവിടെ ചീട്ടിട്ടാണ് മത്തിയാസിനെ തിരഞ്ഞെടുത്തത്. കാരണം പഴയ നിയമത്തിൽ തെളിവുകളുണ്ട്. ചീട്ട് തർക്കങ്ങളെ തീർക്കുന്നു.
ചീട്ടിട്ടാൽ അന്തിമ തീരുമാനം അത് കർത്താവിൻ്റെതാണ്, കർത്താവാണ്. അവിടെ വർഗീയത വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ള അവർ യോഗ്യന്മാരെന്ന് ദേശത്തു പാർത്ത് വിശ്വസ്തതയെ ആചരിച്ച് കുടുംബത്തും മാതൃകയുള്ള സമൂഹത്തിലും മാതൃകയുള്ള 2, 3, 4 പേരെ തെരഞ്ഞെടുത്തതിന് ശേഷം ചീട്ടിട്ടാൽ പ്രബലന്മാരാരുണ്ടെങ്കിലും അവിടെ തർക്കം തീരുകയാണ്. അങ്ങനെയാണ് ദൈവസഭയുടെ പ്രമാണം. സാധാരണ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന സംഘടനകൾക്ക് ഇങ്ങനെ നിയമമുണ്ടെന്നാണ്. അധികാരികളെ തിരഞ്ഞെടുക്കുന്ന ഭൂരിപക്ഷം വേണം എന്നൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതെല്ലാം ജാതികളുടെ നിയമമാണ്. ജാതികളുടെ നിയമപ്രകാരമാണ് ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ചെയ്തത്. ദൈവസഭയ്ക്ക് അതിന്റെ ആവശ്യമില്ല. അത് അപ്പോസ്തോലികമല്ല. ഞങ്ങൾ പൂർണ്ണമായി അപ്പോസ്തോലിക സഭയുടെ ഉപദേശപ്രകാരം പോകുന്നുവെന്ന് ഈ വോട്ട് ഇട്ട് അധികാരത്തിൽ വരുത്തുന്ന വ്യക്തികൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അതിന്റെ പേരിലുള്ള ഭവിഷ്യത്തുകള് വോട്ടിടുന്ന എല്ലാ സംഘടനകളും അനുഭവിച്ചിട്ടുള്ളതാണ്. കള്ള വോട്ട് ധാരാളം. ആത്മാവിൽ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കുന്ന സമൂഹത്തിൻ്റെ ഇടയിൽ പോലും കള്ള വോട്ട് ഭൂരിപക്ഷം ഇന്ന വ്യക്തിക്കാണ് കിട്ടിയതെന്ന് അറിഞ്ഞിരിക്കെ ഭൂരിപക്ഷം കിട്ടാത്ത വ്യക്തി രഹസ്യമായിട്ട് നേതാവാകുന്ന ചരിത്രങ്ങള് നമുക്ക് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽ വ്യക്തമായിട്ട് അത് തെളിവായിട്ട് കണ്ടു. എല്ലാവരും വിഴുങ്ങുക. അപ്പോ തികച്ചും പരിശുദ്ധാത്മാവിന് ഘടകവിരുദ്ധമായി ചെയ്യുന്ന ഈ പ്രവൃത്തി ചെയ്തിട്ട് തങ്ങൾ പറയുന്ന അന്യഭാഷ പരിശുദ്ധാത്മാവിൻ്റെതാണ്, തങ്ങൾ കാണിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ദൈവികമാണ് എന്ന് പറഞ്ഞ് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന പ്രവണത സാത്താൻ ഇന്ന് ഈ സഭകളിലേക്ക് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ദുഃഖം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. വാസ്തവത്തിൽ യോഗ്യന്മാരെന്ന് തോന്നുന്നു, എന്തെങ്കിലും ഒരു അയോഗ്യത ഉണ്ടെങ്കിൽ അവരെ ഈ നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരണ്ട. അതിന് യോഗ്യന്മാരെന്ന് തോന്നുന്നവരെ നിർത്തി അവർക്ക് വേണ്ടി വോട്ടിടുകയല്ല ചെയ്യേണ്ടത്. അവർക്ക് വേണ്ടി ചീട്ടിടുമ്പോൾ, അല്ലെങ്കിൽ ഈ കണ്ടമാന നില ഇപ്പൊ നമുക്കറിയാം, രാഷ്ട്രീയത്തിൽ തന്നെ നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ നില കഴിഞ്ഞ നാളുകൾ വരെ 2 മുന്നണികൾ വലതുപക്ഷവും ഇടതുപക്ഷവും മാറി മാറിയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ കൂടുതൽ അനീതിയിലേക്ക് പോകുന്നില്ലായിരുന്നു. ഒരു പാർട്ടി തന്നെ ഒരു സംഘം തന്നെ ഭരിക്കുക, ഭരണത്തിന് വേണ്ടി അവസരം അവർ തന്നെ ഭരിക്കുക എന്ന് പറയുമ്പോൾ അവിടെ പല പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ അവസരം എല്ലാവർക്കും അവസരം കിട്ടാനും ഇത് കാരണമാകും. കാരണം അവിടെ ദൈവം നിയമിച്ച അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന എങ്ങനെയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോസ്തലന്മാരെ മത്യാസിനെ തിരഞ്ഞെടുക്കുമ്പോൾ പറയുകയാണ്, യൂദ ഒഴിഞ്ഞുപോയ ഈ ശുശ്രൂഷയുടെയും അപ്പോസ്തലത്വത്തിന്റെയും സ്ഥാനം ലഭിക്കേണ്ടതിന് ഈ ഇരുവരിൽ ഏവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് കാണിച്ചു തരമണമേ എന്ന് പ്രാർത്ഥിച്ചു. അവരുടെ പേർക്ക് ചീട്ടിട്ടു. ചീട്ട് മത്യാസിന് വീഴുകയും അവനെ 11 പേരോട് കൂട്ടത്തിൽ എണ്ണുകയും ചെയ്തു. എത്ര മനോഹരമായ ഒരു സംവിധാനം അപ്പോസ്തലന്മാർ അവിടെ കാണിച്ച മാതൃക. അവിടെ എൻ്റെ അളിയനെ ചെയ്യുള്ളൂ, എൻ്റെ കുടുംബക്കാർക്കേ ചെയ്യുള്ളൂ, എൻ്റെ ഇന്നയാളാണ്, അവിടെ എൻ്റെ ജാതിക്കേ ചെയ്യൂ എന്ന് പറയേണ്ട ഒരു ഗതികേടിലേക്ക് അതപ്പതിക്കുകയല്ല. വോട്ടിട്ടാൽ ഇങ്ങനെയെല്ലാം നടക്കും. വോട്ടിട്ടാൽ നമുക്കറിയാം, കാരണം ഇത് നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈവസഭയ്ക്ക് അനുയോജ്യമായിട്ടുള്ള വിധത്തിലുള്ള വോട്ടെടുപ്പല്ല ഇന്ന് പെന്തക്കോസ്ത് പ്രസ്ഥാനങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ചിലരെ തെരഞ്ഞെടുക്കുന്നു, എന്നിട്ട് മുൻപോട്ട് പോകുന്നു. ഇത് തികച്ചും പരിശുദ്ധാത്മാവിന് വിരുദ്ധമാണ്. ഇതിന് ഇന്ന് കണക്ക് ബോധിപ്പിച്ചില്ലെങ്കിൽ നാളെ ഒരു ദിവസം ഇതിന്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിന്റെ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. നാളുകളിൽ ഇത് ദൈവികമല്ല, വോട്ടെടുപ്പ് ദൈവികമല്ല എന്ന് എഴുതി വെച്ച വ്യക്തി ചെയ്യും, അതിനെ പ്രതികരിച്ച നേതാവും. അപ്പൊ നേതാക്കളുടെ പ്രീതി കിട്ടാനും നേതാക്കൾ അതിലൂടെ നെഗളം സമ്പാദിക്കാനും നെഗളികളായി മാറാനും ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു എന്നുള്ള ആ വചനപ്രകാരം പിശാച് അവരിലൂടെ കയറി പ്രവർത്തിക്കാനും ഇടയായി തീരുന്ന ഒരു സംവിധാനമാണ് ഈ വോട്ടെടുപ്പൊക്കെ. എല്ലാ പെന്തക്കോസ്തും തകർന്നുകൊണ്ടിരിക്കുന്ന വോട്ടെടുപ്പിന്റെ പരിപാടി നിമിത്തമായിട്ടാണ്.
ഏറ്റുമുട്ടലും പ്രശ്നങ്ങളും വർഗീയതയും തമ്മിലുള്ള എല്ലാ വൈരാഗ്യങ്ങളും, എന്നിട്ട് ഒരു സ്റ്റേജ് കിട്ടിക്കഴിയുമ്പോൾ 10 അന്യഭാഷയും പൊട്ടിച്ച് ജനങ്ങളെയെല്ലാം ഇളക്കി എന്തെങ്കിലുമൊക്കെ കാട്ടുന്നത് പരിശുദ്ധാത്മാവിൻ്റെതാണെന്ന് തെറ്റിദ്ധരിച്ച് മുൻപോട്ട് പോവുക. ഇത് ഈ അന്ത്യകാലത്തെങ്കിലും സാധാരണ ജനങ്ങളും ദൈവദാസന്മാരും ചിന്തിക്കണം. ലേവ്യ പുസ്തകം മുതൽ ഇങ്ങനെ പല വോട്ടെടുപ്പിനെ കുറിച്ച്, പല ചീട്ടിടുന്ന വിഷയത്തെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. പണ്ടൊക്കെ ചീട്ടിട്ടാണ് സ്ഥലം, അവിടെ ഇസ്രായേൽ ജനങ്ങൾക്ക് ചീട്ടിട്ട് സ്ഥലം വീതിച്ചു കൊടുത്തു. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ലേവ്യ പുസ്തകം നമ്മൾ വായിക്കുമ്പോഴും ധാരാളം വാക്യങ്ങളുണ്ട്. യോനയുടെ വിഷയം തന്നെ, അവിടെയും യോന നിമിത്തമായിട്ട് അവിടെ പ്രശ്നമുണ്ടായിരുന്നു. ചീട്ടിടുമ്പോൾ അതിന്റെ പിൻപിൽ ഒരു ദൈവിക പ്രവൃത്തിയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വ്യക്തമായിട്ടുള്ള ഒന്ന് സൂചന. അവിടെ ചീട്ടിട്ടത് വാസ്തവത്തില് ലോകജാതികളാണ്, എങ്കിലും അവിടുത്തെ കുറ്റക്കാരൻ യോനയാണ്. യോനയെ രംഗത്ത് കൊണ്ടുവന്നു. അപ്പൊ ഇതിന്റെ പിൻപിൽ, ചീട്ടിന്റെ പിൻപിൽ ഒരു ദൈവത്തിന്റെ ഒരു പ്രവൃത്തി വെളിപ്പെടുമെന്ന് ബോധ്യമായ അപ്പോസ്തലന്മാരും അത്യാസന് ചീട്ടിട്ടിട്ട് സകല ഹൃദയങ്ങളെയും അറിയുന്ന ദൈവമേ, ഇവരിൽ ആരെയാണ് നീ നിയമിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ അറിയിക്കണമേ എന്ന് പറഞ്ഞ് ചീട്ടിട്ടു. ചീട്ട് മത്യാസിന് വീണു. മനസ്സിലായോ? വോട്ടെടുപ്പ് ലോകജാതികളുടെ വഴിയാണ്. അത് പഠിക്കരുത്, നിങ്ങൾ ലോകത്തിന് അനുകൂലമാകരുത് എന്ന് ദൈവിക സന്ദേശം ഇരിക്കെ ഇന്നും സംഘടനയിലുള്ളവരെല്ലാം അടിമകളാണ്. ആകയാൽ ക്രിസ്തുവേശുവിലുള്ള ആ സ്വാതന്ത്ര്യം പ്രാപിക്കുവാനായിട്ട് യേശു ക്രിസ്തു നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്കും കർത്താവ് തന്നിട്ടുള്ള സ്വാതന്ത്ര്യം പൂർണ്ണമായിട്ട് പ്രാപിക്കുവാൻ ഒരു സംഘടനയിലുള്ള വ്യക്തികൾക്കും കഴിയില്ല. ചില നുഖത്തിന് അവർ അടിമകളാണ്. ദൈവ വ്യവസ്ഥയിലൂടെ അല്ലാത്ത നുഖത്തിന്. അതിന്റെ ഒരു ഉദാഹരണമാണ് ഈ വോട്ടെടുപ്പ്. അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് സകലത്ത് നുഖത്തെയും എന്ത് ചെയ്യണം? നുഖത്തെയും വലിച്ചെറിഞ്ഞ് സംഘടനയുടെ ആത്മാവല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് സ്വാതന്ത്ര്യം പ്രാപിച്ച് കർത്താവിന് വേണ്ടി ശോഭിക്കുവാൻ വ്യക്തിപരമായി ആണ് കർത്താവ് എന്ന് കണക്ക് ചോദിക്കുന്നത്. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിനക്ക് ധൈര്യത്തോടെ നിൽപ്പാൻ കഴിയുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ എന്ന് ദൈവത്തിന്റെ വചനം നമ്മളോട് ചോദിക്കുന്ന പ്രകാരം, ആദമേ നീ എവിടെ എന്ന് ചോദിച്ച അതേ ചോദ്യം നാം ദൈവം നമ്മെ ആക്കി വെച്ച സ്ഥാനത്ത്, സുവിശേഷ രംഗത്ത്, ദൈവിക രംഗത്ത്, അപ്പോസ്തോലിക കാഴ്ചപ്പാടിലൂടെ നമ്മൾ മുൻപോട്ട് പോകുന്നില്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള ചോദ്യത്തിന്റെ മുൻപിൽ പതറേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ക്രിസ്തുവേശുള്ള സ്വാതന്ത്ര്യമാണ് കർത്താവ് തന്നിരിക്കുന്നത്. ആ സ്വാതന്ത്ര്യത്തോടെ നമുക്ക് കർത്താവിന്റെ സേവ ചെയ്യുവാൻ, കർത്താവിനോട് മാത്രം കണക്ക് പറയുവാൻ. നമ്മുടെ സമൂഹജീവികളാ, മറ്റുള്ളവരോട് കണക്ക് പറയണം. ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ദൈവത്തോട് കണക്ക് പറയേണ്ട ചില സ്റ്റേജുകളാണ് ഞാൻ ഇവിടെ വിശദീകരിച്ചത്. ആ സ്റ്റേജ് സംഘടനയുടെ പ്രീതിക്ക് വേണ്ടി, അവരുടെ പ്രീതിക്ക് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചാൽ ദൈവസന്നിധിയിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. അതുകൊണ്ട് ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് പ്രാപിച്ച് സംഘടനയുടെ ആത്മാവ് പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രാപിച്ച്, അവന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിപ്പാൻ ദൈവമായ കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.